മഴക്കാലത്ത് പൈൽസുമായി ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കുന്നതായിട്ട് കാണാറുണ്ട്. എന്താണ് ഇതിന്റെ കാരണമെന്ന് നോക്കാം. മഴക്കാലത്ത് അന്തരീക്ഷത്തിൽ പൊതുവെ ചൂട് കുറവായിരിക്കും അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അനുഭവപ്പെടുന്ന ദാഹവും കുറവായിരിക്കും. സോ നമ്മൾ എടുക്കുന്ന വെള്ളത്തിന്റെ അളവ് വളരെ കുറവായിരിക്കും ഈ ഒരു സീസണിൽ. നമ്മൾ എടുക്കുന്ന വെള്ളത്തിന്റെ അളവ് കുറവായത് കൊണ്ട് തന്നെ നമ്മുടെ മലത്തിൽ നിന്നും മറ്റുമൊക്കെ ആയിട്ട് വെള്ളം വലിച്ചെടുക്കാറുണ്ട് ശരീരം. സോ മലം കൂടുതൽ കട്ടിയുള്ളതും ഹാർഡും ഡ്രൈയും ആയിട്ട് മാറുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇതൊരു കോൺസ്റ്റിപ്പേഷൻ മലബന്ധത്തിൻ്റെ ഇഷ്യൂസിലേക്കാണ് നയിക്കുന്നത്. തീർച്ചയായും മലബന്ധം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്തുകൊണ്ട് മോഷൻ പാസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാകുന്നത്. ഓൾറെഡി പൈൽസ് ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് ഈ സ്ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് വർദ്ധിക്കാനുള്ള ചാൻസസ് ആണുള്ളത്. അതായത് അവർക്കുണ്ടാകുന്ന വേദന, ബ്ലീഡിങ്, ബേണിംഗ് സെൻസേഷൻ, ചൊറിച്ചിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവിടെ കൂടുന്നതായിട്ട് കാണാറുണ്ട്. ദിവസേന 2.5 മുതൽ 3 ലിറ്റർ വെള്ളം വരെ നിങ്ങൾ കുടിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഒരുമിച്ച് വെള്ളം എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ സിപ്പായിട്ട് ത്രൂ ഔട്ട് ദ ഡേ ഇത്രയും വെള്ളം കുടിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ ഈ ഒരു സമയത്ത് മാക്സിമം നിങ്ങൾ ആൽക്കഹോളും അതേപോലെ കഫീൻ, അതായത് ചായ, കാപ്പി എന്നിവയുടെ ഉപയോഗവും കുറച്ച് കൊണ്ടുവരാം. ചായക്ക് പകരമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഹെർബൽ ടീസ് ഒക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. അതേപോലെ നല്ല വാം സൂപ്സ് അല്ലെങ്കിൽ വാട്ടർമെലൺ, ക്യുക്കുംബർ പോലുള്ള വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിലൊക്കെ ഒരുപാട് വാട്ടർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരം ഡീഹൈഡ്രേറ്റ് ആകാതെ നോക്കാൻ ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട്.